ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ നോമ്പ് കാലയളവിൽ നമ്മുടെ അല്പസമയത്തെ ചിന്തയ്ക്ക് ആധാരമായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 14 അധ്യായം 3 വാക്യം. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ഈ വേദഭാഗം ആസ്പദമാക്കി 4 ചെറിയ ചിന്തകൾ പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമതായി, മനുഷ്യപുത്രൻ വരും. അവൻ ആർ? മനുഷ്യന്റെ രക്ഷയ്ക്കായി ദൈവം മുൻനിർണയിച്ച് വേർതിരിച്ചു നിർത്തിയവനും കാലസമ്പൂർണതയിൽ മനുഷ്യപുത്രനായി വന്ന് മനുഷ്യവർഗത്തിന്റെ പാപത്തെ ചുമന്നൊഴിച്ച് ദൈവത്തിന്റെ കുഞ്ഞാട്. അവനാണ് മനുഷ്യപുത്രൻ. അവൻ കൃപയും സത്യവും നിറഞ്ഞവനായി മനുഷ്യരുടെ ഇടയിൽ പാർത്ത മനുഷ്യപുത്രനാണ്. മനുഷ്യനായി ജനിച്ച് മനുഷ്യരുടെ ഇടയിൽ ജീവിച്ച് മനുഷ്യരുടെ രക്ഷയ്ക്കായി മരിച്ച് മനുഷ്യർക്ക് വേണ്ടി പിതൃസന്നിധിയിൽ ജീവിക്കുന്ന മനുഷ്യപുത്രൻ പോയതുപോലെ വരും. രണ്ടാമതായി, മത്തായി 24:44. അങ്ങനെ നിങ്ങൾ നനയ്ക്കാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നത് കൊണ്ട് നിങ്ങളും ഒരുങ്ങിയിരിപ്പീൻ. അവൻ നനയ്ക്കാത്ത നാളിൽ വരും. അവന്റെ വരവിന്റെ സമയം പിതാവിനല്ലാതെ മറ്റാർക്കും അറിയുകയുമില്ല. അവന്റെ വരവ് സമീപിച്ചിരിക്കുകയാണ്. വരവിന്റെ ലക്ഷണങ്ങൾ നിറവേറ്റിക്കൊണ്ടിരിക്കുന്നു. ബുദ്ധിയുള്ള 5 കന്യകമാരെ പോലെ വിളക്കിൽ എണ്ണയുമായി സദാ ഒരുങ്ങിയിരിക്കാം നമുക്ക്. അവൻ പറഞ്ഞിട്ടുണ്ട്, ഇതാ ഞാൻ വേഗം വരുന്നുവെന്ന്. മൂന്നാമതായി, വരാൻ താമസിക്കുന്നതെന്ത്? 2 പത്രോസ് 3:9. ചിലർ താമസം എന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാഗ്ദാനം നിവർത്തിക്കുവാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേയുള്ളൂ. ആരും നശിക്കാതെ എല്ലാവരും നിത്യജീവൻ പ്രാപിക്കാൻ വേണ്ടി വന്ന കർത്താവ് ചിലർ കൂടെ മാനസാന്തരപ്പെടുവാൻ കാത്തിരിക്കുന്നതിനാൽ വരാൻ താമസിക്കുകയാണ്. കർത്താവ് എപ്പോൾ വരുമെന്ന് തിട്ടമില്ലാത്തത് കൊണ്ട് എത്രയും വേഗത്തിൽ അവന് വേണ്ടി ഒരുങ്ങി നിൽക്കാം നമുക്ക്. വരവിൽ എടുക്കപ്പെടാത്തവർക്ക് വേണ്ടി പിന്നെ മാനസാന്തരത്തിന് ഒരവസരം കിട്ടത്തില്ല. 2 പത്രോസ് 3:10 ഇപ്രകാരം പറയുന്നു, കർത്താവിന്റെ ദിവസമോ കള്ളനെ പോലെ വരും. കള്ളൻ വരുന്നത് ആർക്കും അറിയുകയില്ലല്ലോ. അശ്രദ്ധമായി കഴിയാതെ ഒരുങ്ങി കാത്തിരിക്കാം. കള്ളൻ വരുന്നത് വിലപിടിപ്പുള്ളത് പലതും കൊണ്ടുപോകാനാണ്. വിലയേറിയ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിന്റെ നിക്ഷേപങ്ങളെ സ്വീകരിക്കാനാണ് കർത്താവ് വരുന്നത്. നാലാമതായി, നാം എന്ത് ചെയ്യുന്നു? 1 തെസ്സലോനിയർ 4:16. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. സ്ഥലം ഒരുക്കാൻ പോയ കർത്താവ് ഒരുക്കം പൂർത്തിയായാൽ ഉടൻ വരും. നമ്മെ താൻ ഇരിക്കുന്ന ഇടത്തേക്ക് കൊണ്ടുപോകാനാണ് വരുന്നത്. എന്നേക്കും അവനോടുകൂടെ നമുക്ക് പാർക്കാം. സൃഷ്ടി അവന്റെ വരവിനായി കാത്തിരിക്കുകയാണ്. മനുഷ്യന്റെ പാപത്താൽ ഭൂമിയും ശപിക്കപ്പെട്ടതാണ്. നിന്നിൽ ഇനി ഫലമുണ്ടാകാതിരിക്കട്ടെ എന്നും മുള്ളും പറക്കാരെയും മുളയ്ക്കട്ടെ എന്നും ഭൂമിയെ ശപിച്ചു. ശാപം കിട്ടിയ ഭൂമി ദേവപുത്രന്റെ വെളിപാടിനായി ഒരുങ്ങി കാത്തിരിക്കുകയാണ്. ആകാശവും ഭൂമിയും കൊട്ടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകുന്നതും ചുട്ടെഴിയുന്നതും മൂലപദാർത്ഥങ്ങൾ വെന്തുപോകുന്നതും ആയ ആ നാളിന് വേണ്ടി കാത്തിരിക്കുന്നു. ആയതിനാൽ കർത്താവിന് വേണ്ടി ഒരുങ്ങി കാത്തിരിക്കാം. അവനെ എതിരേൽപ്പാൻ വേണ്ടി നമുക്കെല്ലാം ഒരുങ്ങാം.